വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് 17-ൽ 10 വനിതകളെ അണിനിരത്തിയാണ് ഇടതുമുന്നണി മത്സരഗോതയിലേക്ക് ഇറങ്ങുന്നത്. CPIM-ന്റെ ആദ്യ വനിതാ ഏരിയ സെക്രട്ടറി മുതൽ ഭരണരംഗത്തും അക്കാദമിക രംഗത്തും തിളങ്ങി നിന്ന വനിതകൾ സ്ഥാനാർത്ഥികളായി വരുന്നുണ്ട്. ആ സ്ഥാനാർത്ഥികൾക്കൊപ്പം PV ജോഷില കൂടി ചേരുകയാണ്. 17-ൽ 10 വനിതാ സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് മത്സരത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറങ്ങുന്നത്. ഏറ്റവും പ്രഗത്ഭരായ വനിതകളെയാണ് അണിനിരത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രാധാന്യം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഏരിയ സെക്രട്ടറി മുതൽ ഗവേഷകർ, അതുപോലെ തന്നെ സാഹിത്യ രംഗത്തുള്ളവർ, അങ്ങനെ പലരും ഇത്തവണ മത്സര രംഗത്തുണ്ട്. വയനാട് ആരെ പ്രതിനിധീകരിക്കും എന്നുള്ളത് നമുക്കിനി തെരഞ്ഞെടുപ്പ് ഗോതയിൽ കണ്ടറിയാം. കുഞ്ഞുമോളേച്ചി, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളായി മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത് വനിതകളാണ്. ജില്ലാ പഞ്ചായത്ത് എന്താണ് ഇത്തവണത്തെ ഒരു ജനറൽ സീറ്റിൽ പോലും വനിതകളെ മത്സരിപ്പിക്കുകയാണ്. എന്താണ് ഇത്തവണത്തെ ഒരു മത്സര രംഗത്തെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്രാവശ്യം വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീ സംവരണം ചെയ്തിരിക്കുന്ന ഒരു വയനാട് ജില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ സ്ത്രീ എന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീകൾ അതിൻ്റെ സാരഥ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഭരിക്കാൻ കഴിയുന്ന ഈ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരും, അതുപോലെ സാംസ്കാരിക പ്രവർത്തകരും, എഴുത്തുകാരും, നിരവധി മേഖലകളിൽ മറ്റ് സംഘടനാ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സ്ത്രീകളെയാണ് ഈ പാർട്ടി, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണി സ്ത്രീകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഈ സമൂഹത്തിലെ എണ്ണത്തിലധികം വരുന്ന സ്ത്രീകളെ സമൂഹത്തിലേക്ക് നേരത്തെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഭരണത്തിലേക്ക് 50% സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ അധികാരത്തിലേക്ക് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ ഇത്തരത്തിലേക്ക് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സംവരണത്തിലൂടെ മാത്രമല്ല, ഇത്തവണ ജനറൽ സീറ്റിലേക്ക് കൂടി സ്ത്രീകളെ കൊണ്ടുവരികയാണ് വയനാട് ജില്ലയിലെ CPIM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എന്താണ് ഒരു ജനപ്രതിനിധി, നേരത്തെ ജനപ്രതിനിധിയായിരുന്നു പലതവണ. ഇടത് സർക്കാരിൻ്റെ ഒരു മുന്നേറ്റം, വികസന മുന്നേറ്റം, അതിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യം, ഇപ്പോൾ ക്ഷേമ പെൻഷൻ അടക്കം സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അതിലൊക്കെ വെച്ച് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു ചിട്ടവട്ടങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും 50% സ്ത്രീ സംവരണം നേരത്തെ ഇടതുപക്ഷ സർക്കാർ തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ കൂടുതൽ % റിസർവേഷനിലേക്ക് വനിതകൾ ഉൾപ്പെടെ വരുന്ന സാഹചര്യമുണ്ട്. അത് LDFൻ്റെ മുന്നേറ്റമാണ്. സ്ത്രീകളെ പരിഗണിക്കേണ്ട വേദിയിൽ പരിഗണിച്ചു എന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. തീർച്ചയായിട്ടും സ്ത്രീകൾ കഴിവുറ്റ വ്യക്തിത്വങ്ങൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഭരണഘടന അനുശാസിക്കുന്ന തുല്യതയിലേക്ക് അതിലപ്പുറം നമ്മുടെ സ്ത്രീകളെ എത്തിക്കാനുള്ള മുന്നൊരുക്കങ്ങളോടെയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങൾ ഒരുപാടധികം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ തന്നെയും വനിതകളായിട്ടുള്ള യുവജനപ്രതിനിധികളെ പരിഗണിക്കുകയാണെങ്കിൽ കൂടുതലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലൂടെ കടന്നു വന്നവരാണ് എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ കഴിവുള്ള സ്ത്രീജനങ്ങളെ തീർച്ചയായും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകം പരിഗണന നൽകുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. പട്ടികവർഗ മേഖലയിൽ നിന്നുള്ള ആളെന്നുള്ള രീതിയിൽ തന്നെ എന്നെ പാർട്ടി പരിഗണിച്ചതുകൊണ്ടാണ്, കഴിവിനെ അംഗീകരിച്ചതുകൊണ്ടാണ് ഇന്നിവിടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി വരാൻ സാധിച്ചപ്പോൾ പാർട്ടിയുടെ പിന്തുണ ആ മേഖലയിൽ, അതായത് പട്ടികവർഗ മേഖലയ്ക്ക് എത്രത്തോളം പാർട്ടി, അതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം പാർട്ടി അടക്കമുള്ള ആളുകൾ പട്ടികവർഗ മേഖലയ്ക്ക് തരുന്ന പിന്തുണയാണ് ഞാനിന്നിവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിൻ്റെ കാരണം. കഴിഞ്ഞ ഭരണസമിതികളിലെല്ലാം സ്ത്രീകൾക്ക് അവസരം തരികയും സ്ത്രീകൾ നല്ല ഭരണം കാഴ്ചവെച്ച് അത് തന്നെയാണ് സ്ത്രീകളെ മുൻപോട്ട് ഇനിയും കൊണ്ടുവരാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. ഇത് തന്നെയാണ് ജനറൽ സീറ്റുകളിലേക്ക് കൂടെ സ്ത്രീകളെ പരിഗണിച്ചുകൊണ്ട് സംവരണത്തിലൂടെ മാത്രമല്ല കൈപിടിച്ചുയർത്താൻ സാധിക്കുക, അത് ജനറൽ സീറ്റുകളിലേക്ക് കൂടെ കൈപിടിച്ചുയർത്താൻ സാധിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രതിനിധികളെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് ഇടതുമുന്നണി ഇപ്പോൾ വയനാട് ജില്ലയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം, അത് എല്ലാ മേഖലകളിലും കഴിവിന് അനുസരിച്ച് സ്ത്രീ പ്രാതിനിധ്യം നൽകുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കൈരളിക്ക് വേണ്ടി എല്ലാ ജനപ്രതിനിധികൾക്കും വിജയാശംസകൾ കൂടി നേരുകയാണ്. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.